ഇപ്പൊ ഇതാ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ. ഈ കഴിഞ്ഞ 19-ാം തീയതി കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ? കോടതി പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് അവിടെ അന്നത്തെ ദേവസ്വം ബോർഡ് എന്താ ചെയ്തിരിക്കുന്നത് പറയുന്നത്, ഇനീഷ്യേറ്റഡ് എ സെൻസ് ഓഫ് ഫോൾസ് എമർജൻസി. ആലോചിക്കണം, തെറ്റായ ഒരു ധൃതിയും തിടുക്കവും ദേവസ്വം ബോർഡ് ഈ പറയുന്ന സ്വർണം കടത്താൻ കാണിച്ചത് എന്തിന് എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. അവിടുന്ന് കട്ടിളപ്പാളികൾ, അവിടുന്ന് നിങ്ങൾക്കറിയാം ദ്വാരപാലക ശില്പത്തിലെ സ്വർണം, അത് നവംബർ മാസം തൊട്ട് തന്നെ ഈ മകരമാസക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കറിയാം അവിടെ വെച്ച് തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാമെന്നിരിക്കെ അവിടുന്ന് അത് എടുത്തു കൊണ്ടുപോകണമെന്നുള്ള വൃത്തികെട്ട ധൃതി. നിങ്ങളറിയണം, കോടതിയുടെ വാക്കുകളാണ്. A false sense of emergency, അനാവശ്യമായ തിടുക്കം എന്തിനിവർ കാണിച്ചു എന്ന കോടതിയുടെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരവുണ്ടോ? അപ്പോഴാണ് വിദ്യാഭ്യാസ മേഖല ഇതുപോലെ തകർത്ത് തരിപ്പണമാക്കാൻ നേതൃത്വം നൽകിയ മന്ത്രിയും ബുദ്ധിജീവിയാണ് എന്ന് സ്വയം അഭിനയിച്ച് നടക്കുന്ന മന്ത്രിയും സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്തുകൂടെ എന്നാണ് മന്ത്രിസഭയിലെ അംഗങ്ങളായ ആളുകൾ കേരളത്തിന്റെ നിയമസഭയിൽ പറയുന്നത്. കടകംപള്ളി പോലും നേരിട്ട് വന്ന് പറഞ്ഞു അവരങ്ങനെ ബോധപൂർവം ഒരു കാര്യം ഈ കളങ്കപ്പെട്ട ആളുമായി ബന്ധപ്പെട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോഴാണ് 2 മന്ത്രിമാർ എഴുന്നേറ്റ് നിന്ന് നിയമസഭയിൽ പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഈ ഗവൺമെന്റിനെ പ്രിയമുള്ളവരും, നിങ്ങൾക്കറിയാം ആരുടെയും ഫോട്ടോ കൂടെ കണ്ടതിന്റെ പേരിലല്ല ഈ സ്വർണ്ണക്കൊള്ളയിലെ ആരോപണങ്ങൾ അവർക്ക് നേരെ UDF ഉന്നയിക്കുന്നത്. പക്ഷെ കോടതിയുടെ കണ്ടെത്തലുകളിലെ ഇൻവോൾവ്മെന്റിന്റെ പേരിലാണ്. വാസവനെ പോലെ, കടകംപള്ളിയെ പോലുള്ള ആളുകൾ അവർ പത്മകുമാരനും വാസുവിനും അതുപോലുള്ള ആളുകൾക്കും കൊടുത്ത സംരക്ഷണത്തിന്റെ പേരിലാണ് പ്രശാന്തനെ പോലുള്ള ആളുകളെ ആ സ്ഥാനത്തിരുത്തി ഈ ധൃതി കൂട്ടാനുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഇതേ പാർട്ടിക്ക് ഈ 2025 വീണ്ടും അയ്യന്റെ സ്വർണം പൂശാൻ, അതിനു വേണ്ടി അത് വിട്ടുകൊടുക്കാൻ ഉത്തരവിടാൻ ഇവര് കാണിച്ച ധൃതിയും തിടുക്കവും എന്തിനായിരുന്നു എന്ന് കോടതികൾ ചോദിക്കുന്നു. സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചിട്ട് പറഞ്ഞു ദൈവങ്ങളെ പോലും വെറുതെ വിടില്ലല്ലേ എന്ന് കോടതി ഈ ഗവൺമെന്റിനോട് ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ്, ജനങ്ങളുടെ മുമ്പിൽ കയ്യോടെ പിടിക്കപ്പെട്ട ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇപ്പോ വർഗീയതയും കൊണ്ടിറങ്ങിയിരിക്കുകയാണ്, വിഭാഗീയതയും കൊണ്ടിറങ്ങിയിരിക്കുകയാണ്. ആളുകളെ തമ്മിലടിപ്പിക്കാൻ സർക്കാർ തന്നെ ഇറങ്ങിയിരിക്കുന്നു. ജനങ്ങൾ നിങ്ങളെ ചെകിട്ട തടിക്കുന്ന വിധിയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്ന കാര്യത്തിന് സംശയം വേണ്ട. അങ്ങനെ നിങ്ങൾ പറയുമ്പോ തീർച്ചയായിട്ടും ഇവിടെ പെൻഷന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഒരുപാട് പരാതികൾ ഈ അധ്യാപക മേഖലയിലെ ആളുകൾ ഇടപെടുന്ന പാഠപുസ്തകങ്ങളുടെ നിലവാര തകർച്ച, ചോദ്യങ്ങളിലെ ചോദ്യോത്തരങ്ങളിലെ പരീക്ഷകളിലെ ഈ പറയുന്ന സിലബസിലെ കരിക്കുലത്തിലെ എല്ലാം നിലവാര തകർച്ച ഇവിടെ ഉണ്ടാകുന്നു. കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങൾ ഇവിടെ പറയാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം തകർന്ന് തരിപ്പണമായി ജീവനം കൊണ്ടോടി ഇവിടുന്ന് കുട്ടികൾ രക്ഷപ്പെടാൻ കാത്തു നിൽക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും മാറിയിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടുകൊള്ളുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പിടിച്ചു നിന്ന് ഈ മേഖലയ്ക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തെ അതിന് KPCCയോ കേരളത്തിലെ കോൺഗ്രസോ UDFോ അതിനു നേരെ കണ്ണടക്കില്ല. നീതിയും ന്യായവും നടപ്പിലാവാൻ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളോട് നീതി പുലർത്താൻ കേരളത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാകും. കേരളത്തിൽ ഒരു ഗവൺമെന്റ് നമ്മൾ ഉണ്ടാക്കും. അത് കേരളത്തിലെ ജനങ്ങളുടെ കൂടെ അനിവാര്യതയാണ്. അഴിമതിയിലും വർഗീയതയിലും കുളിച്ചു നിൽക്കുന്ന ഈ ഗവൺമെന്റിനെ അതിനെ തുരുത്താൻ തയ്യാറായി നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ആ ഉത്തരവാദിത്വം ഐക്യ ജനാധിപത്യ മുന്നണി ഏറ്റെടുക്കുന്നുവെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഇന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തെരുവിൽ ആയിരക്കണക്കിന് അധ്യാപകർ ഈ ത്രിവർണ്ണ പതാകയുമായി ഈ സമ്മേളന വേദിയിലേക്ക് കടന്നു വന്നത്. ഇവരുടെ മുതലാളിമാർ ചെയ്യുന്നതും എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മഹാത്മാവിന്റെ പേരിനെ മറക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ നാട്ടില് മറ്റൊരു ഗവൺമെന്റിനും ചിന്തിക്കാൻ കഴിയാത്ത വിപ്ലവകരമായ ഒരു പദ്ധതി. ലോക സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലത്ത് ഇന്ത്യയിൽ 10,000-കണക്കിന് കോടി രൂപ ഇവിടുത്തെ സാധാരണ സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക്, അമ്മമാർക്ക്, ചേച്ചിമാർക്ക്
അവർക്ക് ലഭ്യമാകുമെന്ന് ഉറപ്പുവരുത്തുന്ന ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു നിയമം ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരുമ്പോ അതൊരു അവകാശമാക്കി ഇന്ത്യയിലെ ഗവൺമെന്റ്, UPA ഗവൺമെന്റ്, ഡോക്ടർ മൻമോഹൻ സിംഗും സോണിയാഗാന്ധി നേതൃത്വം നൽകിയ ആ UPA ഗവൺമെന്റ് മാറ്റിയപ്പോ അതിനെ പരിഹസിച്ചവർ, പുച്ഛിച്ചവർ, കളിയാക്കിയവർ, അധികാരത്തിൽ വന്നപ്പോ അത് കോൺഗ്രസിന്റെ പരാജയത്തിന്റെ സിംബലാണെന്ന് പറഞ്ഞവർ, അവരറിയണം ഇന്നിപ്പോ അത് പേര് മാറ്റി അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് പകരം വെക്കാവുന്ന ഒന്നും കൊണ്ടുവരാൻ നിങ്ങളുടെ 56 ഇഞ്ച് കൊണ്ട് സാധിക്കില്ല. കാരണം അതിന് തലയിൽ ആൾതാമസമാണ് ഉണ്ടാവേണ്ടത് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മഹാത്മാവിന്റെ പേരെടുത്ത് മാറ്റുകയാണ്. നിങ്ങൾ ആലോചിക്കണം, മഹാത്മാവിന്റെ പേരെടുത്ത് മാറ്റുക. രാജ്ഭവന് മുമ്പിലെ കോൺഗ്രസിന്റെ സമരത്തിൽ ആ വേദിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ട ജനീഷ് പറഞ്ഞത്, എന്റെ അമ്മ 9 വർഷം തൊഴിലുറപ്പിന്റെ തൊഴിലാളിയായി ജോലി ചെയ്ത ഒരാളാണ്. അമ്മ ഇനി ആ പണിക്ക് പോണോ എന്ന് മകനെന്ന നിലക്ക് ഞാൻ ചോദിച്ചപ്പോ എനിക്കൊരു മരുന്ന് വാങ്ങാൻ, എന്റെ ഒരു കാര്യം നടത്താൻ ഞാൻ ഇനി ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ടതില്ല എന്ന് ആ അമ്മ പറഞ്ഞ മറുപടിയാണ് ഈ രാജ്യത്തെ കോടാനുകോടി പാവപ്പെട്ട സ്ത്രീകളെ അവരെ ഇത്രയും ശക്തരാക്കി മാറ്റിയത് എന്ന കാര്യത്തിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ആ നിയമത്തെ, ആ ആക്ടിനെ, ആ അവകാശത്തെ അതിനിപ്പോ ഒരു സ്കീമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. 60-40 മാറ്റാൻ ശ്രമിക്കുന്നു. പാവപ്പെട്ട കുട്ടികളുടെ LSS-ഉം USS-ഉം പോലും കൊടുക്കാത്ത ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ ഭരിക്കുമ്പോ എങ്ങനെയാണ് 2000 കോടി രൂപ ആ തൊഴിലുറപ്പിലെ അമ്മമാരുടെ കൂലി കൊടുക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയുക? ഇന്ത്യയുടെ പാവപ്പെട്ടവന്റെ സാമ്പത്തിക ഭദ്രതയെ അതിനെ കൊല്ലാൻ നരേന്ദ്രമോദിയും ഗവൺമെന്റും ശ്രമിക്കുന്നു. അവിടെയും വിഭാഗീയതയാണ് ആയുധം, അവിടെയും അഴിമതി, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഴിമതിയാണ് മാർഗം. അവിടത്തെ അതേപോലെ തന്നെ ഇവിടെയും ഒരു ഗവൺമെന്റിന്റെ പെരുമാറ്റം മാറുന്നു, അതിന്റെ നേതൃത്വം മാറുന്നു. എല്ലാ ധാരണകളും PM-ശ്രീയിൽ ഒപ്പിട്ടതുൾപ്പെടെയുള്ള എല്ലാ ധാരണകളും പരസ്യമായ ബാന്ധവമായി മാറുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM-കാർ ഉൾപ്പെടെ ഇറങ്ങി നിൽക്കാൻ പോകുന്നത് മോഡി പിണറായി കൂട്ടുകെട്ടിനെ തോൽപ്പിക്കാൻ ഒരു നല്ല സഖാവിന്റെ മുമ്പിൽ വോട്ടിംഗ് മെഷീൻ വന്നാൽ അവരും കുത്താൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട.